അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പരിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം സൂറത്ത് മുഅ്മിൻ, ആ അധ്യായത്തിലെ 27 മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല മൂസാ ഇന്നി ഉത്തു ബിറബ്ബി വറബ്ബിക്കും മിൻ കുല്ലി മുതകബ്ബിരിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്. ഖാല മൂസ പറഞ്ഞു, ഇന്നി ഉത്തു ബിറബ്ബി വറബ്ബിക്കും, ഞാൻ നിങ്ങളുടെയും എൻ്റെയും നാഥനോട് കാവൽ ചോദിക്കുന്നു. മിൻ കുല്ലി മുതകബ്ബിരിൻ, എല്ലാ അഹങ്കാരികളിൽ നിന്നും. ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്, വിചാരണ ദിവസത്തിൽ വിശ്വസിക്കാത്തവരായ. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളുടെയും എൻ്റെയും നാഥനോട് വിചാരണ ദിവസത്തിൽ വിശ്വസിക്കാത്ത എല്ലാ അഹങ്കാരികളിൽ നിന്നും ഞാൻ ശരണം തേടുന്നു. وقال رجل مؤمن من آل فرعون يكتم إيمانه أتقتلون رجلا أن يكون ربي الله وقد جاءكم بالبينات من ربكم وإن يك كاذبا فعليه كذبه وإن يك صادقا يصبكم بعض الذي يعظكم ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്. ഫഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിറൗന, ഫിറൗന്റെ ആൾക്കാരിൽപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞു. എങ്ങനെയുള്ള മനുഷ്യനാണ്? യക്തുമു ഈമാനഹു, അയാളുടെ ഈമാൻ അയാൾ മറച്ചു വെച്ചു. തൻ്റെ ഈമാൻ മറച്ചു വെച്ച ഫിറോവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പുരുഷൻ പറഞ്ഞു, അതഖ്തുലൂന റജുലൻ, നിങ്ങളൊരു മനുഷ്യനെ കൊല്ലുകയാണോ, അല്ലെങ്കിൽ ഒരു പുരുഷനെ കൊല്ലുകയാണോ? ആ യഖൂല റബ്ബി അല്ലാഹ്, അയാൾ പറഞ്ഞത് എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് നിങ്ങളൊരാളെ കൊല്ലുകയാണോ? മാത്രമല്ല വഖദ് ജാഅക്കും ബിൽ ബയ്യിനാത്തി, അയാൾ നിങ്ങൾക്ക് ചില തെളിവുകളും കൊണ്ടുവന്നു. മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ചില തെളിവുകളും കൊണ്ടുവന്നു. വയക്കു കാദിബൻ, അയാൾ കള്ളവാദിയാണെങ്കിൽ ഫഅലൈഹി കദിബുഹു, തൻ്റെ കള്ളവാദത്തിൻ്റെ ഫലം അയാൾ അനുഭവിച്ചു കൊള്ളും. വയ്യക്കു സ്വാദിക്കൻ, ഇനി അയാൾ സത്യമാണ് പറയുന്നതെങ്കിലോ യുസിബുക്കും, നിങ്ങളെ ബാധിക്കും. ബഹുല്ലതീ യൈദുക്കും, അയാൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബാധിക്കും. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ലാ യഹ്ദീ, സന്മാർഗത്തിലാക്കുകയില്ല. മൻഹുവ മുസ്രിഫുൻ കദ്ദാബ്, അതിര് കവിഞ്ഞവനും കള്ളവാദിയുമായ ഒരാളെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. وقال رجل مؤمن من آل فرعون يكتم إيمانه أتقتلون رجلا أن يقول ربي الله وقد جاءكم بالبينات من ربكم وإن يك كاذبا فعليه كذبه وإن يك صادقا يصبكم بعض الذي يعظكم إن الله لا يهدي من هو مسرف كذاب. തൻ്റെ വിശ്വാസം മറച്ചു വെക്കുകയായിരുന്ന ഫിറോവിൻ്റെ ആൾക്കാരിൽപ്പെട്ട സത്യവിശ്വാസിയായ ഒരു പുരുഷൻ പറഞ്ഞു, എൻ്റെ നാഥൻ അല്ലാഹുവാണെന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഒരാളെ കൊല്ലുകയോ, അദ്ദേഹമാകട്ടെ നിങ്ങളുടെ നാഥൻ്റെ പക്കൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം കള്ളവാദിയാണെങ്കിൽ തൻ്റെ കള്ളവാദത്തിൻ്റെ ദോഷഫലം അദ്ദേഹം അനുഭവിക്കും. ഇനി അദ്ദേഹം സത്യവാദിയാണെങ്കിലോ നിങ്ങളെ അദ്ദേഹം താക്കീത് ചെയ്യുന്ന ചിലത് നിങ്ങളെ ബാധിക്കുകയും ചെയ്യും.
അതിൽ കവിഞ്ഞവനും കള്ളവാദിയുമായ ഒരാളെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. യാ കൗമിലക്കുമുൽ മുൽക്ക് യാ കൗമിലക്കുമുൽ മുൽക്കുൽ യൗം ളാഹിരീന ഫിൽ അർളി വമൻ യൻസുർനാ മിൻ ബഅസില്ലാഹി ഇൻ ജാഅനാ ഖാല ഫിർഔനു മാ ഉരീകും ഇല്ലാ മാ അറാ വമാ അഹ്ദീകും ഇല്ലാ സബീലർ റഷാദ്. യാ കൗമി, എൻ്റെ ജനങ്ങളെ, ലക്കുമുൽ മുൽക്കുൽ യൗമ ളാഹിരീന ഫിൽ അർള്, ഭൂമിയിൽ മികച്ചു നിൽക്കുന്നവരായ സ്ഥിതിയിൽ ഇന്ന് നിങ്ങൾക്ക് തന്നെയാണ് അധികാരം. വമൻ യൻസുറുനാ മിൻ ബഅസില്ലാഹ്, എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുകയാണെങ്കിൽ ആരാണ് നമ്മെ സഹായിക്കാനുള്ളത്? ഫമൻ യൻസുറുനാ മിൻ ബഅസില്ലാഹി ഇൻ ജാഅനാ, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുകയാണെങ്കിൽ ആരാണ് അതിൽ നിന്ന് നമ്മെ സഹായിക്കാനുള്ളത്? കാന ഫിറോൻ പറഞ്ഞു, മാ ഉരീക്കും ഇല്ലാ മാ അറ, ഞാൻ നല്ലതായി കാണുന്നതല്ലാതെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. വമാ അഹ്ദീക്കും ഇല്ലാ സബീല റഷാദ്, വിവേകത്തിൻ്റെ മാർഗമല്ലാതെ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടി തരുന്നുമില്ല. യാ ഖൗമി ലക്കുമുൽ മുൽക്കുൽ യൗം ളാഹിരീന ഫിൽ അർളി വമൻ യൻസുർനാ മിൻ ബഅസില്ലാഹി ഇൻ ജാഅനാ ഖാല ഫിർഔനു മാ ഉരീകും ഇല്ലാ മാ അറാ വമാ അഹ്ദീകും ഇല്ലാ സബീലർ റഷാദ്. എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ഭൂമിയിൽ മികച്ചു നിൽക്കുന്നവരായ സ്ഥിതിയിൽ ഇന്ന് നിങ്ങൾക്കാണ് രാജാധികാരം. എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നമുക്ക് വന്നെത്തുകയാണെങ്കിൽ ആരാണ് അതിൽ നിന്ന് നമ്മെ സഹായിക്കാനുള്ളത്? ഫിർഔൻ പറഞ്ഞു, ഞാൻ നല്ലതായി കാണുന്ന കാര്യമല്ലാതെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, വിവേകത്തിൻ്റെ മാർഗമല്ലാതെ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടി തരുന്നുമില്ല. വഖാലല്ലദീ ആമന ഇന്നി അഖാഫു അലൈക്കും മിസ്ല യൗമിൽ അഹ്സാബ്. വഖാലല്ലദീ ആമന, ആ വിശ്വാസിയായ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, ഇന്നി അഖാഫു അലൈക്കും, എൻ്റെ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു. മിസ്ല യൗമിൽ അഹ്സാബ്, സഖ്യകക്ഷികളുടെ ദിവസം പോലെയുള്ള ഒന്ന് നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു. വഖാലല്ലദീ ആമന യാ ഖൗമി ഇന്നി അഖാഫു അലൈക്കും മിസ്ല യൗമിൽ അഹ്സാബ്. ആ സത്യവിശ്വാസി പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, തീർച്ചയായും സഖ്യകക്ഷികളുടെ ദിവസം പോലെയുള്ള ഒന്നിനെ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു. മിസ്ല ദൗബി ഖൗമി നൂഹിൻ വആദിൻ വസമൂദ് വല്ലദീന മിൻ ബഅദിഹിം വമല്ലാഹു യുരീദു ദുൽമൻ ലിൽഇബാദ്. മിസ്ല ദൗബി ഖൗമി നൂഹിൻ, അതായത് നൂഹ് നബിയുടെ ജനതയുടെ അനുഭവങ്ങൾക്ക് തുല്യമായ ദിവസം. വആദിൻ, ആദ് സമൂഹത്തിൻ്റെയും, വസമൂദ, സമൂദ് സമൂഹത്തിൻ്റെയും, വല്ലദീന മിൻ ബഅദിഹിം, അവർക്ക് ശേഷമുള്ളവരുടെയും അനുഭവങ്ങൾക്ക് തുല്യമായ അനുഭവമുണ്ടാകുന്ന ദിവസത്തെ ഞാൻ ഭയപ്പെടുന്നു. വമല്ലാഹു, നിശ്ചയം അല്ലാഹു, യുരീദു ദുൽമൻ ലിൽഇബാദ്, തൻ്റെ അടിമകളെ ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുകയില്ല തന്നെ. മിസ്ല ദൗബി ഖൗമി നൂഹിൻ വആദിൻ വസമൂദ് വല്ലദീന മിൻ ബഅദിഹിം വമല്ലാഹു യുരീദു ദുൽമൻ ലിൽഇബാദ്. അതായത് നൂഹ് നബിയുടെയും ജനതയുടെയും ആദിൻ്റെയും സമൂദിൻ്റെയും അവർക്ക് ശേഷമുള്ളവരുടെയും അനുഭവങ്ങൾക്ക് തുല്യമായ അനുഭവം നിങ്ങൾക്ക് മേൽ ഞാൻ ഭയപ്പെടുന്നു. അല്ലാഹു തൻ്റെ അടിമകളെ ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുകയില്ല തന്നെ. യാ ഖൗമി ഇന്നി അഖാഫു അലൈക്കും യൗമത്തനാദ്. യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇന്നി അഖാഫു അലൈക്കും, നിശ്ചയം നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു. യൗമത്തനാദ്, പരസ്പരം വിളിക്കുന്ന ദിവസം.
ആ ദിവസത്തെ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു. ഈ ആയത്തോടുകൂടി 32-ാം ആയത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ പ്രതീക്ഷിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഒരു സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.